ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു ദുഃഖവാർത്തയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യ തങ്ങളുടെ എതിരാളികളെ നിലംപരിശാക്കാനായി ഒരു മുൻതൂക്കം നിലനിർത്തിയതായി സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിരോധ ആസൂത്രണം നവീകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ അടുത്ത തലമുറ ആയുധ സംവിധാനങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനോടൊപ്പം സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ പുതിയതും നൂതനവുമായിട്ടുള്ള തലമുറ സംവിധാനങ്ങൾ ഇവർക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ബ്രഹ്മോസ് പ്രോഗ്രാം ഈ മേഖലയിൽ ഇന്ത്യയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതേസമയം വരാനിരിക്കുന്ന ധ്വനി മിസൈൽ സംവിധാനം ഇന്ത്യയുടെ ഇതിനകം തന്നെ വിപുലമായ ആയുധ ശേഖരത്തിലേക്ക് കൂട്ടിച്ചേർക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ചൈനയും പാകിസ്ഥാനെയും ലക്ഷ്യം വെക്കുന്ന ഈ മിസൈലിൻ്റെ പേരെന്താണ്? ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുക, ഏതെങ്കിലും ഭീഷണികളെ തടയുക, ലോകമെമ്പാടുമുള്ള മറ്റാധുനിക സൈന്യങ്ങളുമായി മത്സരിക്കുക എന്നിവയാണ് അടിസ്ഥാന ലക്ഷ്യം. ഉദാഹരണത്തിന് ലോകത്തിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ കഴിയില്ല. എന്നിരുന്നാലും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽ ബ്രഹ്മോസ് മിസൈലിനേക്കാൾ മാരകവും അപകടകരവുമാണ്. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ മിസൈലായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. കൂടാതെ ചൈനയുടെ ഏറ്റവും മാരകമായിട്ടുള്ള DF-26 മിസൈലിനേക്കാളും സാങ്കേതികമായി വളരെ പുരോഗമിച്ചതുമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ മുൻനിര പദ്ധതിയാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആരാണ് ഈ ശക്തമായിട്ടുള്ള മിസൈൽ ഇതിനുള്ള ഐഡിയ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് മിസൈലുകൾ. ഇതിനകം തന്നെ മികച്ച സൂപ്പർസോണിക് ബ്രഹ്മോസ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഒരു ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിന് DRDO ആണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ ഏകദേശമുള്ള സ്പീഡ് എന്ന് പറയുന്നത് 7400 km/h ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഡിഫൻസ് എക്സ്പേർട്ടുകൾ പറയുന്നത് ഈ നിലവിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും, അതായത് ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ഇപ്പോൾ വരുന്ന ഈ മിസൈലിനെ തകർക്കാനായിട്ട് സാധിക്കില്ല. ചൈനയുടെ DF-26 പോലും ഈ മിസൈലിന് മുമ്പിൽ നിർവീര്യമാണെന്നാണ് അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.